ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം, ദോശ, പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കോംബോ ആയിട്ട് വരുന്ന ചിക്കൻ കറി ഇത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കരയാമ്പൂ, പട്ട, ഏലക്ക അതെല്ലാം പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ ആ ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് നല്ല ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് സവാള ഇട്ടു കേട്ടോ. സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സവാള ഒന്ന് നന്നായിട്ട് വഴണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാനായിട്ട് ഒരു കൂട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഒരു 8-10 കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ, പിന്നെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്നില്ലേ ആ സവോളയും ജിഞ്ചർ ഗാർലിക്കിൻ്റെയും കൂട്ട്, അതൊരു 2 ടേബിൾ സ്പൂൺ, അതും പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ആ സമയത്ത് ഈ ഉള്ളി വഴറ്റി വെച്ചേക്കുന്നതിലോട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഓക്കെ. നമ്മൾ നോർമലി ചിക്കൻ കറിയിൽ നിങ്ങളൊക്കെ എന്തോരം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ യൂസ് ചെയ്താൽ മതി. ഞാനിവിടുത്തെ ടേസ്റ്റ് അനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊന്ന് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അരച്ച് വെച്ചേക്കുന്നില്ല, ആ പേസ്റ്റാക്കി വെച്ചേക്കുന്ന കൂട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കൂട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ മണം അടിക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോഴത്തേനും ഞാനിപ്പോൾ ആ ടൊമാറ്റോയുടെ ഹാഫാണ് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ആക്കാനായിട്ട് ചേർത്തേക്കണം. അപ്പോൾ പകുതി ടൊമാറ്റോ നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോയും ആ പേസ്റ്റും ഒക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഓക്കെ. അപ്പം പുളി ഒത്തിരി അങ്ങ് ഇഷ്ടമില്ലാത്തവർ 2 ടേബിൾ സ്പൂൺ ചേർക്കണമെന്നില്ല. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്താൽ മതിയായിരിക്കും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടടിക്കുന്ന ഒരു മിനിറ്റ് ഒന്ന് വഴറ്റാൻ്റെ കൂടെ ഇട്ടിട്ട് അപ്പോൾ തൈരും എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ചേർത്ത് ഇനി നമുക്ക് ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ ഇളക്കി നന്നായിട്ടത് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ 1 കപ്പ് വെള്ളമോടെ ചേർക്കണം. അപ്പോൾ ഇപ്പോൾ 1 കപ്പ് വെള്ളമോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കത് നന്നായിട്ട് വേകാനായിട്ട് വയ്ക്കാം കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് ചിക്കൻ കറി. അപ്പോൾ ഇതിരുന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ ഇതൊന്ന് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാത്തിൻ്റെ കൂടെ പോകും കേട്ടോ. ചോറ്, പുട്ട്, അപ്പം, ദോശ, ചപ്പാത്തി, പൊറോട്ട, അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ കേട്ടോ. ബൈ.